എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ളതായ വേദവാക്യങ്ങൾ. എന്നാൽ ഹഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകൻ സക്കരിയാവും എന്ന പ്രവാചകന്മാർ യഹൂദായിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലും യോസാദാക്കിൻ്റെ മകനായ യേശുവും എഴുന്നേറ്റ് യെരൂശലേമിലെ ദേവാലയം പണിവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവരോടുകൂടെ ഇരുന്ന് അവരെ സഹായിച്ചു. ആ കാലത്ത് നദിക്കിക്കരെയുള്ള ദേശാധിപതിയായ തദ്നായിയും ഷെദർ ബോസ്നായിയും അവരുടെ ആ കൂട്ടക്കാരും അവരുടെ അടുക്കൽ വന്നു. അവരോട്, ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് ആർ കൽപ്പന തന്നു എന്ന് ചോദിച്ചു. ഈ കെട്ടിടം പണിയുന്ന ആളുകളുടെ പേരെന്ത് എന്നും അവരോട് ചോദിച്ചു. എന്നാൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാരെ കടാക്ഷിച്ചതുകൊണ്ട് ഈ കാര്യം ദാര്യാവേശിൻ്റെ സന്നിധിയിൽ ബോധിപ്പിച്ചു. മറുപടി വരും വരെ അവർ അവരുടെ പണി മുടക്കിയില്ല. നദിക്ക് ഇക്കരെ ദേശാധിപതിയായ തദ്നായിയും ഷെദർബോസ്നായിയും നദിക്ക് ഇക്കരെയുള്ള അഫർസ്യരായ അവൻ്റെ കൂട്ടക്കാരും ദാര്യാവേശ് രാജാവിന് എഴുതി അയച്ച പത്രികയുടെ പകർപ്പ് അവർ അവന് ഒരു പത്രിക കൊടുത്തയച്ചു. അതിലെഴുതിയത് എന്തെന്നാൽ, ദാര്യാവേശ് രാജാവിന് സർവമംഗളവും ഭവിക്കട്ടെ. രാജാവിനെ ബോധിപ്പിപ്പാൻ ഞങ്ങൾ യഹൂദാ സംസ്ഥാനത്തിൽ മഹാദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. അതവർ വലിയ കല്ലുകൊണ്ട് പണിയുന്നു, ചുവരിന്മേൽ ഉത്തരം കയറ്റുന്നു. അവർ ജാഗ്രതയായി പണി നടത്തുന്നു, അവർക്ക് സാധിച്ചും വരുന്നു. ഞങ്ങൾ ആ മൂപ്പന്മാരോട് ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് കൽപ്പന തന്നത് ആരെന്ന് ചോദിച്ചു. അവരുടെ ഇടയിൽ തലവന്മാരായ ആളുകളുടെ പേരുകളെ എഴുതി സന്നിധാനത്തിൽ അയക്കേണ്ടതിന് ഞങ്ങൾ അവരുടെ പേരും അവരോട് ചോദിച്ചു. എന്നാൽ അവർ ഞങ്ങളോട്, ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവൻ്റെ ശുശ്രൂഷക്കാരാകുന്നു. ഏറിയ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു. അത് ഇസ്രായേലിൻ്റെ ഒരു മഹാരാജാവ് പണിതതായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്ന കൽദയൻ്റെ കയ്യിലേൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിച്ച് ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ബാബേൽ രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ കോരേശ് രാജാവ് ഈ ദേവാലയം പണിവാൻ കൽപ്പന തന്നു. നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്ത് ബാബേലിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചിരുന്ന ദൈവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളെ കോരേശ് രാജാവ് ബാബേലിലെ ക്ഷേത്രത്തിൽ നിന്ന് എടുപ്പിച്ച് താൻ നിയമിച്ചിരുന്ന ശേഷ്ബസ്സർ എന്നു പേരുള്ള ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവനോട്, ഈ ഉപകരണങ്ങൾ നീ എടുത്ത് യെരൂശലേമിലെ മന്ദിരത്തിലേക്ക് കൊണ്ടു ചെല്ലുക, ദൈവാലയം അതിൻ്റെ സ്ഥാനത്ത് പണിയട്ടെ എന്നു കൽപ്പിച്ചു. അങ്ങനെ ശേഷ്ബസ്സർ വന്നു യെരൂശലേമിലെ ദൈവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടു. അന്നു മുതൽ ഇന്നുവരെ അത് പണിതു വരുന്നു. ഇതുവരെ അത് തീർന്നിട്ടില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആകയാൽ രാജാവ് തിരുമനസ്സായി യെരൂശലേമിലെ ഈ ദൈവാലയം പണിവാൻ കോരേശ് രാജാവ് കൽപ്പന കൊടുത്തത് വാസ്തവമോ എന്ന് ബാബേലിലെ രാജഭണ്ഡാരഗ്രഹത്തിൽ ശോധന കഴിച്ച് ഇതിനെക്കുറിച്ച് തിരുവുള്ളം എന്തെന്ന് ഞങ്ങൾക്ക് എഴുതി അയച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.